നമുക്കൊപ്പം അഡ്വക്കേറ്റ് ജയസൂര്യൻ കൂടി ചേരുകയാണ്, BJP പ്രതിനിധി. ശ്രീ ജയസൂര്യൻ, ഇവിടെ ഇപ്പോൾ കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നത് പുതിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നമ്മൾ നിരന്തരം അത് ചർച്ച ചെയ്യുകയാണ്. ഓരോ ബജറ്റിന്റെ ദിവസങ്ങളിലും നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് KN ബാലഗോപാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം കുറയുന്നു എന്നതിൽ ഈ ധവളപത്രം ഊന്നുന്നില്ല എന്ന കാര്യമാണ് ചോദിച്ചത്. അവിടെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നൊരു വിമർശനം പ്രധാനമായും മുൻ സർക്കാരിന്റെ ഭാഗമായിരുന്നവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നു, ആദ്യം ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഏതാണ്ട് 3.82% കേരളത്തിന്റെ വിഹിതം. അത് ഈ സർക്കാർ ആദ്യം വരുമ്പോൾ അതിനുശേഷം അത് ഇപ്പോൾ ഏതാണ്ട് 2.8% കുറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ഒരു തവണ 1.92% കുറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കേന്ദ്രം ഇങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ പലതരത്തിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന പല ഗ്രാന്റുകൾ ഉൾപ്പെടെ ഓരോ നിബന്ധനകൾ പറഞ്ഞ് തരാതിരിക്കുമ്പോൾ കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്നതിൽ വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ഇപ്പോഴെന്താണ് നിങ്ങൾ ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ കൂടി 3 പ്രതിനിധികൾ ഉൾപ്പെടുന്നുണ്ട്, നിങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള സർക്കാരിനെങ്കിലും മുന്നോട്ട് പോകാനുള്ള സഹായ സഹകരണങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമോ? ഒരു സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്ന പോസ്റ്റ്മാൻ അല്ല, മണി ഓർഡർ കൊണ്ട് വീട്ടിൽ കൊടുക്കുന്ന അർഹതപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും കേരളത്തിന് അർഹപ്പെട്ടതും അതിനേക്കാൾ കൂടുതലുമാണ് കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ രേഖകളുമുണ്ട്. പക്ഷേ കേരളം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി വിലയിരുത്തേണ്ടതുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൊതുവായിട്ടുള്ള നഷ്ടം 78,851 കോടി രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും പൊതുവായിട്ടുള്ള ഒരു വിശ്വാസം കേരളീയ ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങേയറ്റം അപകടകരമാണെന്ന് BJP പറയും. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കാനുള്ളതല്ല, ഒരിക്കലും ലാഭമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നുള്ള തലതിരിഞ്ഞ പടുവിഡ്ഢിത്തം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒരുപോലെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് 5000 ഷെഡ്യൂളുകളും 5000-ത്തിനടുത്ത് ജോലിക്കാരും ഉണ്ടായിരുന്ന KSRTC ഇന്ന് 2000-ത്തിലേറെ ഷെഡ്യൂളുകളും അതുപോലെ 22,000 ജോലിക്കാരുമായി കുറഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട സഹായമോ 5 ഇരട്ടി വർദ്ധിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ KSEB ആണെങ്കിലും അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി ആണെങ്കിലും എന്തിനേറെ മദ്യത്തിന് 400 ഇരട്ടി വില 400% വർദ്ധിപ്പിച്ച് വിറ്റാലും നഷ്ടത്തിൽ മാത്രം പോകുന്ന ബീവറേജ് കോർപ്പറേഷൻ ആണെങ്കിലും സപ്ലൈകോ ആണെങ്കിലും വൻപിച്ച നഷ്ടത്തിലാണ് പോകുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കാൻ പാടില്ല, നഷ്ടം മാത്രമേ ഉണ്ടാക്കാവൂ എന്നുള്ള ഒരു വാശിയും നിർബന്ധവും UDF-ഉം LDF-ഉം തുടരുന്നിടത്തോളം കാലം കേരളം പാപ്പരായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് പുറത്തിറങ്ങി ആരോടെങ്കിലും പറയാൻ പറ്റിയ വരുമാനമാണോ കേരളത്തിലുള്ളത്? 1 മദ്യപാനത്തിൽ നിന്നുള്ള വരുമാനം, 2 ചൂതുകളിയിൽ നിന്നുള്ള വരുമാനം. ചൂതുകളിൽ നിന്നുള്ള പിന്നെ ഇംഗ്ലീഷിൽ ലോട്ടറി എന്ന് പറയുന്നത് കൊണ്ട് ഒരു മാന്യതയൊക്കെ തോന്നുക. അപ്പൊ മദ്യപാനത്തിൽ നിന്നും ചൂതുകളിയിൽ നിന്നും മുഖ്യ വരുമാനം കണ്ടെത്തുന്ന ഒരു സംസ്ഥാനം മറ്റ് അയൽ സംസ്ഥാനങ്ങളെക്കാൾ കേരളം എന്ന സംസ്ഥാനത്തിന് ചില പരിമിതികൾ കൂടി ഇല്ലേ അഡ്വക്കേറ്റ് ജയസൂര്യൻ? താങ്കൾക്ക് അത് മനസ്സിലാക്കാത്തതൊന്നുമല്ലല്ലോ. വ്യാവസായിക സംസ്ഥാനമോ അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള സംസ്ഥാനമോ ഒന്നുമല്ല. നമ്മുടെ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യേകതകളൊക്കെ താങ്കൾക്കും ബോധ്യമുള്ളതല്ലേ? അല്ല, എനിക്കത് ബോധ്യമുള്ളത് കൊണ്ട് അതിന്റെ കണക്കും കൂടി ഞാൻ പറയാം. കേരളം പിറന്നു വീഴുന്ന സമയത്ത് സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ 85% കേരളം ഉണ്ടാക്കിയിരുന്നു. ഇന്ന് എത്രയാണ് ഉണ്ടാക്കുന്നത്? 9% മാത്രം. 10.5 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളം ഇന്ന് 1.5 ലക്ഷം ഹെക്ടർ നെൽകൃഷിയായി ചുരുങ്ങി. ഇവിടെ ഭരിച്ചത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇതിന് തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മളുടെ ജനസംഖ്യ വർദ്ധിക്കുകയാണ്, കേരളത്തിന്റെ വലിപ്പം കൂടുന്നില്ല, കേരളം ഒരു ചെറിയ സ്റ്റേറ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും കൂടി ഉണ്ട്. അതിൽ അല്ല, ആ വർദ്ധിക്കുന്ന ജനസംഖ്യ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം. ഈ രാജ്യത്ത് നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക്, രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന ഇത്ര വലിയൊരു ജനതതി കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ വന്നിരുന്ന തമിഴനും എന്തുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ വന്നിരുന്ന ഉത്തരേന്ത്യക്കാരനും ഇപ്പൊ വരാത്തത്? അവരുടെയൊക്കെ നാട് വികസിച്ചു, അവരുടെയൊക്കെ നാട്ടിൽ തൊഴിലും വരുമാനവും ഉണ്ടായി. അപ്പോൾ അവർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. മലയാളിയുടെ അവസ്ഥ എന്താണ്? പഠിക്കാൻ മലയാളി പുറത്തു പോകണം, പണിയെടുക്കാൻ മലയാളി പുറത്തു പോകണം. അപ്പൊ പഠിക്കാനും പണിയെടുക്കാനും കഴിയാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് കേരള മോഡൽ വേണമെന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. കേരളത്തിന്റെ വിദ്യാഭ്യാസം, കേരളത്തിന്റെ തൊഴിൽ, കേരളത്തിന്റെ കൃഷി, കേരളത്തിന്റെ വ്യവസായം അഭിമാനകരമായിരുന്നു. ഇന്ന് കൃഷിയില്ല, വ്യവസായമില്ല, തൊഴിലില്ല, വിദ്യാഭ്യാസമില്ല, യാതൊരു അടിസ്ഥാന സംവിധാനവുമില്ലാതെ ഈ സംസ്ഥാനത്തെ തകർത്തത് ഇടത് വലത് മുന്നണികളാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 1.3% GSDP-യുടെ 1.3% ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഇവിടെ കാപെക്സ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എത്ര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോ യാതൊരുവിധ മൂലധന വളർച്ചയും ഇല്ലാതെ കടം വാങ്ങി മാത്രം കഴിഞ്ഞുകൂടുക, കടം വാങ്ങുക, കള്ളു കുടിക്കുക, ചൂത് കളിക്കുക, കടം വാങ്ങാൻ പോലും അനുവദിക്കുന്നില്ല കേന്ദ്രം എന്നതാണ് വലിയ പ്രതിസന്ധിയായി കേരളത്തിന് മുന്നിൽ നിൽക്കുന്നത്. കേരളം മറ്റേതെങ്കിലും തരത്തിലൊക്കെ പണം സമാഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതും കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. കിഫ്ബിയുടെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്, മറ്റ് പലതും. അപ്പോൾ ആ നിലയിൽ കേരളത്തിന് കടം വാങ്ങി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നാണ്. അതിന് പിന്നിൽ കേരളമാണ്, പിന്നെ കേന്ദ്രമാണ്. നോക്കൂ, നമ്മൾ ജനസംഖ്യ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയതിനും നമ്മൾ തന്നെ പണിഷ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. നമ്മളുടെ വിഹിതം കുറയുന്ന സാഹചര്യമാണ്. GST നടപ്പാക്കി, അതിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ടുന്ന ടാക്സ് വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പൂർണ്ണമായും നിർത്തുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നത് പോലും അല്ല എന്നതാണ് മുൻ ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അത് ഉൾപ്പെടെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്രം. പക്ഷേ കേന്ദ്രം അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഒരിക്കലുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല. പ്രതിസന്ധി മുഴുവൻ ഇവിടുത്തെ ധൂർത്തും കൊള്ളയും മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ബാക്കി സംസ്ഥാനങ്ങളിൽ 10 കൊല്ലം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നു, ഇവിടെ 5 കൊല്ലം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ധൂർത്തും ചെലവും നമുക്കറിയാമല്ലോ. നമ്മുടെ സംസ്ഥാനത്തുള്ള എത്ര PSC മെമ്പർ, UPSCക്ക് ഇല്ലാത്ത എത്ര മെമ്പർമാരാണല്ലോ കേരളത്തിലെ PSCക്ക് ഉള്ളത്. ഇവിടുത്തെ മന്ത്രിമാർക്ക് മാത്രമാണല്ലോ 2 വർഷം കൂടുമ്പോ വൻ പടയായിട്ട് സ്റ്റാഫിനെ നിയമിച്ച് അവരെ പിരിച്ചുവിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഇത്തരം ധൂർത്തുകൾ, ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത ഇത്തരം വെട്ടിപ്പുകളും തട്ടിപ്പുകളും മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, UPക്കൊക്കെ ഉണ്ടായിരുന്ന കടം അവർ എത്ര പുറകോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുത്ത് മാറ്റിവെച്ചിട്ട് ഇവിടെ കൃഷി സമ്മതിക്കില്ല, ഞങ്ങൾ പൂട്ടിക്കും, ഇവിടെ വ്യവസായം ഞങ്ങൾ പൂട്ടിക്കും, ഇവിടെ ഞങ്ങൾ പൂട്ടിക്കും, അങ്ങനെ സമരം ചെയ്ത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള വികസന സാധ്യതകളെയും തകർത്ത് കളഞ്ഞിട്ട് തെണ്ടി നടക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞ കേന്ദ്രത്തിന്റെ അടുത്ത് പോയി തെണ്ടി നടക്കുന്ന ഒരു തെണ്ടി സംസ്ഥാനമാക്കി നമ്മളെ ജയസൂര്യൻ, അത്തരം വാക്കുകൾ വേണമോ? താങ്കൾ ഒന്ന് സ്വയം പരിശോധിക്കൂ. കാരണം കേരളം തെണ്ടുന്നത് എന്തിനാണ്? കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ കേരളം. കേരളത്തിന് അവകാശപ്പെട്ടത് കേരളം ചോദിക്കുന്നതിനെ തെണ്ടലായി കാണുന്നത് എന്താണ്? നിങ്ങളുടെ ഔദാര്യമല്ലല്ലോ കേരളത്തിന് ലഭിക്കുന്നത്. കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാനും ചോദ്യം മാത്രം പോരാ കേട്ടോ. അതായത് കേരളത്തിന് ആവശ്യമുള്ളതും അവകാശപ്പെട്ടതുമായത് കൊടുത്തു കഴിഞ്ഞു, അതിൽ കൂടുതലും കൊടുത്തു കഴിഞ്ഞു. നിരവധി തവണ കൊടുത്തു കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സർക്കാരുകൾക്ക് ഒരിക്കലും ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ മുൻ സർക്കാരുകൾ കേന്ദ്രത്തിൽ വാങ്ങിക്കാവുന്നതും അതിൽ കൂടുതലും കടമെടുത്തിട്ട് കേന്ദ്രത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് കരുതുന്നത് തികച്ചും തെറ്റാണ്. അത് മലയാളിയോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.